ഹലോ ആൻഡ് വെൽക്കം ടു പോയിന്റ് ടു ട്രിനിറ്റി. ദിസ് ഇസ് ജോർജി മാത്യു അലക്സിയോസ്. ഒരു പ്രത്യേക അപ്ഡേറ്റ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ടാണ് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ മുമ്പാകെ ഇപ്പോൾ വരുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഷോർട്ട് പ്രയർ. പിതാവേ, അങ്ങയുടെ വചനം സത്യമാണെന്നുള്ളത് വീണ്ടും വീണ്ടും അങ്ങ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. പിതാവേ, ലോക സംഭവങ്ങൾ, യുദ്ധങ്ങളും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ യാതൊരു കാരണവശാലും അങ്ങയിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർക്ക് അവരുടെ വിശ്വാസം കൂടുതൽ സ്ട്രെങ്തൻഡ് ആകുവാൻ, ഉറപ്പിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരെ എല്ലാവരെയും കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കുന്നു. ലോക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനും സഹായിക്കണമേ. അങ്ങയുടെ കരത്തിലേക്ക് എന്നെ സമർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ ഞാൻ ഈ അപ്ഡേറ്റിൽ പറയുന്ന പല കാര്യങ്ങളും ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ടെലഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഇതെല്ലാം ഞാൻ പിക്ചേഴ്സും വീഡിയോസും ക്ലിപ്സും എല്ലാം തന്നെ ത്രൂ ഔട്ട് ദ ഡേ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ യൂട്യൂബിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഓഡിയൻസ് എല്ലാം തന്നെ യൂട്യൂബിൽ കാണുന്നത് കൊണ്ടാണ് ഒരു ജനറൽ ഇൻഫർമേഷൻ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഷെയർ ചെയ്യുവാനായിട്ട് ഈ രീതിയിൽ യൂട്യൂബിൽ ഞാൻ ഈ ഒരു അപ്ഡേറ്റ് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ താഴെ ആ ലിങ്ക്, ടെലഗ്രാം ചാനലിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം, മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മളിവിടെ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള പല ഇൻഫർമേഷനും അതെല്ലാം ബയസ്ഡ് ആണ്, വൺ സൈഡഡ് ആണ്. അപ്പോൾ യഥാർത്ഥ ഇൻഫർമേഷൻ മനസ്സിലാക്കി അതനുസരിച്ച് വേണം നമ്മുടെ പെർസ്പെക്റ്റീവും നാം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോൾ ഇറാന്റെ മേൽ ഇസ്രായേൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ ആ കോൺഫ്ലിക്റ്റ്, ആ യുദ്ധം, ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ യുദ്ധത്തിൽ ജോയിൻ ചെയ്യും എന്നുള്ള രീതിയിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഏത് രീതിയിൽ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇപ്പോൾ ഈ വീഡിയോ, ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പാകെ ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് ഇപ്പോഴും അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇസ്രായേൽ ചുമ്മാതങ്ങ് ആക്രമിക്കുകയാണോ? ഇപ്പോൾ ഗാസയാന്നേലും, ഇപ്പോൾ ലെബനോൻ ആന്നേലും, ഹൂതികളുടെ മേലാന്നേലും ഒക്കെ, അതായത് യമനിലെ ഹൂതികളുടെ മേലൊക്കെ ആന്നേലും ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണങ്ങൾ, സിറിയക്കകത്തൊക്കെ നടത്തിയത് എല്ലാം കാണുമ്പോൾ പൊതുവെ കാര്യങ്ങൾ അറിയാൻ വയ്യാത്തവർ പറയും ഇസ്രായേൽ ചുമ്മാതങ്ങ് ആക്രമിക്കുക, ഇസ്രായേലിന് തോന്നിയതുപോലെ ചെയ്യുക, ഇസ്രായേലിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ചരിത്രം പഠിക്കണം. ചരിത്രം പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. എത്രയും പുറകോട്ട് പോകാമോ അത്രയും പുറകോട്ടുള്ള ചരിത്രം നാം മനസ്സിലാക്കണം. ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചത്, ചരിത്രത്തിൽ ഇപ്പോൾ ആ ദേശം അത് ആർക്കുള്ളതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ടീച്ചിങ് സെഷൻസ്, അത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള രീതിയിൽ മാപ്സും പിക്ചേഴ്സും എല്ലാം വെച്ചിട്ടുള്ള നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിനും നിങ്ങളുടെ എക്സാമിനേഷനും വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ചരിത്രം നാം പഠിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. അതനുസരിച്ച് വേണം നമ്മുടെ പെർസ്പെക്റ്റീവിനെ നാം ക്രമീകരിക്കുവാൻ. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ കാംലി എക്സിസ്റ്റ് ചെയ്യുവാൻ, അതായത് സ്വസ്ഥമായി എല്ലാവരോടൊപ്പം എക്സിസ്റ്റ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന ഒരു ജനതയാണ്, ഒരു രാഷ്ട്രമാണ്. പക്ഷെ അങ്ങനെയല്ല മറ്റ് ചില ഭരണകൂടങ്ങൾ. അവർക്ക് താല്പര്യം ഇസ്രായേൽ നശിക്കണം, ഇസ്രായേൽ ഇല്ലാതാകണം, ഇസ്രായേൽ മുഴുവനും ഇല്ലാതാകണം എന്ന ഐഡിയോളജി, എന്ന ആ ഒരു ചിന്താഗതിയിൽ തന്നെ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന പല സംഘടനകളും പല ഭരണകൂടങ്ങളും ലോകത്തുണ്ട്. ഇപ്പോൾ 1979 നമ്മൾ ഇറാനിലെ നോക്കുകയാണെങ്കിൽ, അന്നായിരുന്നല്ലോ ആ ഇസ്ലാമിക് റവല്യൂഷൻ അല്ലെങ്കിൽ ഇറാനിയൻ റവല്യൂഷൻ എന്ന് പറഞ്ഞ കാര്യം സംഭവിക്കുന്നത്. അയത്തുള്ള ഖൊമേനി എന്ന് പറയുന്ന ആള് ഇറാനിലേക്ക് വന്നു. തൻ്റെ കൂടെ കുറേ ഇറാനിലുള്ള ലെഫ്റ്റ് ഐഡിയോളജി ഹോൾഡ് ചെയ്യുന്നവരും പിന്നെ ജിഹാദികളും പിന്നെ അന്നത്തെ ആ ഭരണത്തെ, ആ ഷായുടെ ഭരണകൂടത്തെ ഇഷ്ടപ്പെടാത്തവർ, ഇവരെല്ലാവരും കൂടെ ചേർന്ന്, അപ്പോൾ ആ ഭരണകൂടത്തിൻ്റെ പല പ്രശ്നങ്ങൾ, ഇപ്പം നമ്മുടെ നാട്ടിലാന്നേലും എവിടെയാന്നേലും യാതൊരു വിധത്തിലുള്ള ഒരു ഭരണകൂടം പെർഫെക്റ്റ് അല്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ ഖൊമേനി വന്നപ്പോൾ, അയത്തുള്ള ഖൊമേനി എന്ന് പറയുന്ന ആൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് അന്നത്തെ ആ ഷായുടെ ഭരണകൂടത്തെ അട്ടിമറിച്ചിടുവാൻ അവരെല്ലാവരും കൂടെ പ്രവർത്തിച്ചു. പക്ഷേ അവരറിഞ്ഞില്ല, വൺസ് ഈ അയത്തുള്ള ഖൊമേനിയൊക്കെ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ പിന്നെ അവരുടെ ഐഡിയോളജി ആയിരിക്കും പിന്നീട് ഇംപ്ലിമെന്റഡ് ആകുവാൻ പോകുന്ന ഇറാനിൽ.
പിന്നീട് ലെഫ്റ്റുകാരുടെയോ ജിഹാദികളുടെയോ പിന്നെ മറ്റാരുടെയും താല്പര്യങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. അവിടെ അയത്തുള്ള ഖൊമേനിയുടെ ഐഡിയോളജിയും അദ്ദേഹത്തിന്റെ താല്പര്യവും അവരുടെ ആ ഒരു ഇൻട്രസ്റ്റുകളായിരിക്കും പിന്നെ ഇറാനിൽ മുഴുവനുമായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. അങ്ങനെ ഈ ഖൊമേനി പിന്നെ IRGC എന്ന് പറയുന്ന ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ്, അതായത് അവരുടെ മിലിറ്ററിയും പിന്നെ അവരുടെ പോലീസ് ഫോഴ്സായ ബസീജ് ഇതിനെയെല്ലാം സെറ്റപ്പ് ചെയ്തു. കാരണം ഇദ്ദേഹത്തിന് ആരെയും വിശ്വാസമില്ല. അതുകൊണ്ട് 2 സംഘടനകൾ പാരലലി താൻ സെറ്റപ്പ് ചെയ്തു. അവർ നേരിട്ട് ഈ ഖൊമേനിയോട് ആയിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. സുപ്രീം ലീഡറായ ഖൊമേനിയോട് മാത്രമായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവരുടെ എല്ലാവരുടെയും ഉദ്ദേശം ഇസ്ലാമിക് റവല്യൂഷന്റെ കാര്യങ്ങൾ ഇറാനിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. അപ്പൊ അന്ന് തൊട്ട് ഇറാനെ തന്നെയും പിന്നെ അതിനോടൊപ്പം ഇറാന്റെ പല പകരക്കാരെയും പ്രോക്സികളെയും, അതിപ്പം ഹെസ്ബുള്ള ആയാലും ഹമാസ് ആയാലും ഹൂതികളായാലും എല്ലാം ഇറാനകത്തുള്ള ഷിയ മിലിഷ്യ എല്ലാവരെയും ഈ ഇറാൻ സെറ്റപ്പ് ചെയ്ത് ഇറാൻ സ്വയം പിന്നെ ഈ പകരക്കാരെ എല്ലാവരെയും മിഡിൽ ഈസ്റ്റിലെ ഒരു സൂപ്പർ പവർ എന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തു. അങ്ങനെ ഒരു പിക്ചർ ഇറാൻ കൊടുത്തു. ഇറാൻ എന്തൊരു വലിയൊരു സൂപ്പർ പവർ ആണെന്നുള്ളൊരു പിക്ചറാണ് ആ മിഡിൽ ഈസ്റ്റിലും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്കും ഇറാൻ കൊടുത്തത്. അപ്പൊ എല്ലാവർക്കും യൂറോപ്പ് ആണെങ്കിലും അമേരിക്കയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള പ്രസിഡൻസിന്റെ കീഴിലുള്ള ഭരണകൂടങ്ങളല്ലാത്ത ഏവരൊക്കെയാണോ അവർക്ക് എല്ലാവർക്കും ഇറാനെ ഒരർത്ഥത്തിൽ പേടിയായിരുന്നു. കാരണം എന്തെങ്കിലും ചെയ്ത് ഇറാൻ പ്രതികരിച്ചാലോ ഇറാൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ എന്ന ഒരു ഭയം ഏവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇസ്രയേൽ ഈ ഒക്ടോബർ 7 2023 നടന്ന സംഭവത്തിന് ശേഷം ഇസ്രയേൽ തിരിച്ചടിച്ചപ്പോൾ, അതിപ്പോൾ ഹെസ്ബുള്ള ആണെങ്കിലും ഹമാസ് ആയാലും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ആണെങ്കിലും ഹൂതികളാണെങ്കിലും സിറിയക്കകത്തുള്ള അസാദിന്റെ ഭരണകൂടം അവിടുന്ന് പോയപ്പോൾ അവരുടെ ആ മിലിറ്ററിയുടെ ബാക്കി വെച്ചിട്ട് ഉണ്ടായിരുന്ന എയർഫോഴ്സ് മിലിറ്ററിയൊക്കെ ഇല്ലാതാക്കിയതാന്ന് പറഞ്ഞാലും ഇവരെ എല്ലാവരെയും സിസ്റ്റമാറ്റിക്കലി അവരുടെ ടോപ്പ് ലീഡേഴ്സിനെയും ഒക്കെ ഇല്ലാതാക്കി വന്നപ്പോൾ ഇസ്രയേലിന്റെ നേതൃത്വത്തിന് മനസ്സിലായി ഈ ഇറാന്റെ സിസ്റ്റം ഈ പറയത്തക്ക രീതിയിൽ വലിയ സംഭവമൊന്നും അല്ല. അങ്ങനെ അവരിങ്ങനെ പല കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കി പഠിച്ച് എല്ലാത്തിൻ്റെ അസസ്മെൻ്റ് ഒക്കെ എടുത്ത്, എല്ലാത്തിനും ഒരു ടൈം ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ ദൈവമക്കളാകുമ്പോൾ നമ്മൾ പറയും ദൈവത്തിൻ്റെ സമയത്തിൽ എന്ന് പറയും. അങ്ങനെ ആ സമയമായപ്പോൾ അവർ വിചാരിച്ചു ഇവരെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഇറാൻ, നീരാളിയുടെ തലയായ ഇറാന്റെ നേരെ തന്നെ പോകേണ്ട സമയമായി. അങ്ങനെയാണ് ഇറാന്റെ മേലുള്ള ഈ ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് തന്നെ നടത്തിയത്. ഇതിനു മുമ്പ് തന്നെ പല സന്ദർഭങ്ങളിലും ഇറാന്റെ ആണവ പ്രോഗ്രാം ഡിലേ ചെയ്യിപ്പിക്കുവാൻ, താമസിപ്പിക്കുവാൻ ഇസ്രയേൽ പല കോവേർട്ട് ഓപ്പറേഷൻസ് ഇറാനകത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇറാന്റെ ഐഡിയോളജി എന്താ? ഡിസ്ട്രോയ് ഇസ്രയേലിനെ നശിപ്പിക്കുക. അവർ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ന്യൂക്ലിയർ ബോംബ്, ആണവ ബോംബ് ഉണ്ടാക്കി കാണാനാണോ? അല്ല, അത് ഇസ്രയേലിന്റെ മേൽ പ്രയോഗിച്ച് ഇസ്രയേലിനെ മുഴുവനുമായിട്ടും ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇറാന്റെ ഭരണകൂടത്തിന് അത് മാത്രമേ താല്പര്യമുള്ളൂ. അവിടുത്തെ ജനങ്ങളുടെ വെൽഫെയർ നോക്കൂ, അവരുടെയൊക്കെ ആ ജോലികളും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും. അവരുടെ ഇൻഫ്ലേഷൻ നിങ്ങൾക്കറിയാം, ഓവർ ദ റൂഫാ. ആ രാജ്യത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമാണ്. ആ ഭരണകൂടത്തിന് പക്ഷെ ഒരൊറ്റ താല്പര്യമേ ഉള്ളൂ, ഇസ്രയേലിനെ നശിപ്പിക്കുക, വല്ല വിധേനയും ഇസ്രയേലിനെ നശിപ്പിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇസ്രയേൽ ഈ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ആരംഭിച്ചത്. ഇസ്രയേൽ ആ സ്റ്റെപ്സ് തുടങ്ങിയത് തന്നെ ഇറാന്റെ ടോപ്പായിട്ടുള്ള ന്യൂക്ലിയർ സയന്റിസ്റ്റുമാരെ, പിന്നെ ഇറാന്റെ ജനറൽസിനെ, അവരുടെ ലീഡേഴ്സ്, അങ്ങനെയുള്ളവരെ എല്ലാവരെയും തന്നെ ആദ്യത്തെ സ്ട്രൈക്കിൽ വെച്ച് തന്നെ ഇല്ലാതാക്കി വരിക. അതും പിൻ പോയിന്റഡ് പ്രിസിഷൻ സ്ട്രൈക്കാണ്. ഈ ജനറൽസും ലീഡേഴ്സും സയന്റിസ്റ്റുകൾ എവിടെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഇസ്രയേലി ഇന്റലിജൻസിന് അറിയാം. അവർ കൃത്യമായിട്ട് ഇപ്പോൾ അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ആ അപ്പാർട്ട്മെന്റിന്റെ ആ കൃത്യമായിട്ടുള്ള ഫ്ലോറിൽ ആ ജനറൽ അല്ലെ ലീഡർ അല്ലെ ആ വ്യക്തിയുടെ ഭവനം അത് മാത്രമായിട്ടുള്ള രീതിയിൽ ടാർഗറ്റ് ചെയ്താണ് അവരെ ഇല്ലാതാക്കിയത്. ഞാനിതിൻ്റെ എല്ലാം പ്രൂഫ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം പിക്ചേഴ്സും ക്ലിപ്സും എല്ലാം അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അങ്ങനെയാണ് ഇസ്രയേൽ ഈ ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് അവർ തുടങ്ങി വെച്ചത്. അതിനോടൊപ്പം അവർ റോക്കറ്റ്സ് ലോഞ്ച് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന റോക്കറ്റ് ലോഞ്ചേഴ്സ് അതിനെയെല്ലാം സിസ്റ്റമാറ്റിക്കലി, അതായത് പടിഞ്ഞാറ് ഇറാന്റെ ഭാഗത്തുള്ള എല്ലാവിധ എയർ ഡിഫൻസുകളും എല്ലാം തന്നെ ഇല്ലാതാക്കി വന്നു. എന്താ കാര്യം? പടിഞ്ഞാറ് ഇറാനിൽ നിന്നാണല്ലോ ഇസ്രയേലിലോട്ട് കുറച്ചും കൂടെ ദൂരം കുറവ്.
അവിടെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ, അവരുടെ ഈ മിസൈൽ ലോഞ്ച് സൈറ്റുകൾ, ബാലിസ്റ്റിക് മിസൈൽസ് ഒക്കെ ലോഞ്ച് ചെയ്യുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട സൈറ്റുകളെല്ലാം ഈ പടിഞ്ഞാറ് ഇറാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇസ്രയേൽ അവയെല്ലാം ഇല്ലാതാക്കുന്ന വിധത്തിൽ അവരുടെ ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ അതുപോലെ തന്നെ പല ന്യൂക്ലിയർ സൈറ്റുകൾ, അവിടുത്തെ എല്ലാം സെൻട്രിഫ്യൂകൾ, പ്രത്യേകിച്ച് നറ്റാൻസ് എന്ന് പറയുന്ന ആ സൈറ്റിലെ സെൻട്രിഫ്യൂസ് എല്ലാം ഇസ്രായേൽ നശിപ്പിച്ചു. കാരണം അത് സ്പിൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ഈ ആക്രമണം വരുന്നത്. സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ സിസ്റ്റം ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ ആ സെൻട്രിഫ്യൂകളെല്ലാം തന്നെ അപ്പോൾ തന്നെ നശിച്ചു പോകും. അപ്പോൾ ഇറാന് ആയിരക്കണക്കിന് സെൻട്രിഫ്യൂകൾ അതായത് ഇല്ലാതായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ ഇറാന്റെ എയർ സ്പേസ്, വ്യോമാതിർത്തി കൺട്രോൾ ചെയ്യുന്നത് ഇസ്രയേലാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദിസ് ഈസ് ആൻ ആക്ട് ഓഫ് ഗോഡ്, ഒരു ദൈവപ്രവൃത്തി തന്നെയാണ്. ദൈവപ്രവൃത്തി എന്നൊക്കെ ഞാൻ പറയുന്നതിന് ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള കാരണമുണ്ട്. നമ്മൾ ബൈബിളിൽ തന്നെ വായിക്കുന്നില്ലേ, ഇസ്രയേലിനെ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും, ഇസ്രയേലിനെ ശപിക്കുകയും ഇസ്രയേലിനെ ഇല്ലാതാക്കുകയും വേണ്ടി അധ്വാനിക്കുന്നവരെ ദൈവം ശിക്ഷിക്കും, ന്യായം വിധിക്കും. അത് ബൈബിൾ പറയുന്ന ഒരു പരമാർത്ഥ സത്യമാണ്. ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഫലിക്കുമോ? ഇല്ല. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ഞാൻ ഓർക്കുന്നു, ഒരു 1.5 വർഷം 2 വർഷമൊക്കെ മുമ്പ് നമ്മുടെ ചാനൽ ലോങ് ടേം ആയിട്ടുള്ള രീതിയിൽ കാണുന്നവർക്കറിയാം, അന്ന് തൊട്ടൊക്കെ ഞാൻ ഈ അപ്ഡേറ്റ്സ് ഒക്കെ പങ്കുവെക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇറാന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രോക്സി ആയിരുന്നു ഹെസ്ബുള്ള. 1.5 ലക്ഷത്തിൽ പരം മിസൈലുകൾ ഇസ്രയേലിന്റെ ഓരോ ഇഞ്ച് പ്രദേശത്തിനെയും പോയിന്റ് ചെയ്ത് ഹെസ്ബുള്ള തെക്ക് ലെബനോനിൽ വെച്ചിരിക്കുകയായിരുന്നു. ഹെസ്ബുള്ളയെ ഇസ്രയേൽ ഇല്ലാതാക്കിയതിൻ്റെ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്. ആ പേജർ ഓപ്പറേഷനും പിന്നെ ആ ഒരു ഹെവി ബങ്കർ ബസ്റ്റർ ബോംബ്സ് എല്ലാം കൂടെ കൊണ്ടുപോയി നസറല്ലായും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഇരുന്ന ബങ്കറിനെ മണ്ടയ്ക്ക് കൊണ്ടിടുകയും അദ്ദേഹത്തെ ഇല്ലാതാക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന ആ ചെയിൻ ഓഫ് കമാൻഡിൽ വന്നവരെ ഇസ്രയേൽ ഇല്ലാതാക്കിയതും, പിന്നെ ഈ ഹമാസ് മറ്റൊരു ശക്തി, പിന്നെ ഹൂതികൾ, ഇവരെയൊക്കെ ഇല്ലാതാക്കിയതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നാം നോക്കിയാൽ തികച്ചും ദൈവപ്രവൃത്തി തന്നെയാണ്. ഇസ്രയേലിൻ്റെ ഒരു കഴിവ് കൊണ്ട് മാത്രമൊന്നും അല്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇസ്രായേൽ എന്ത് കൊച്ചൊരു രാഷ്ട്രം. ഇപ്പോൾ ഇറാനെ വെച്ച് കമ്പയർ ചെയ്താൽ തന്നെ ഇറാൻ്റെ എത്രയോ ശതമാനം ചെറുതായിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രയേൽ. മാനുഷികമായിട്ട് നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ ചുമ്മാ അത് മനുഷ്യൻ്റെ കഴിവും കൊണ്ട് മാത്രം നടക്കുന്നതാണോ? അല്ല. ഇസ്രായേലിനെ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ബൈബിളിൽ പറയുന്ന പോലെ തന്നെ ഇസ്രായേലിനെ കാക്കുന്നവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നുമില്ല. ഇതിനെല്ലാം ഒരു ദൈവിക പദ്ധതിയുണ്ട്. ഈ അന്ത്യകാലത്തിൽ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അതിൻ്റെ അവസാനത്തോട്ട് ക്വിക്കായിട്ടൊന്ന് ഞാൻ പറയാം. അപ്പോൾ ഇപ്പോൾ ഇറാന്റെ നേരെ ഈ ഇസ്രായേൽ ഈ പ്രിയംറ്റീവ് സ്ട്രൈക്കുമായിട്ടുള്ള രീതിയിൽ പോയതും ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇറാന്റെ വ്യോമാതിർത്തി മുഴുവനും കൺട്രോൾ ചെയ്യുന്ന വിധത്തിൽ ഇസ്രായേൽ പ്രവർത്തിക്കുന്നതും മുഴുവനുമായിട്ടുമുള്ള അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം, വായുവിലൂടെ പോകുന്ന ശത്രുവിൻ്റെ പ്ലെയിനെ എല്ലാം വെടിവെച്ചിടാൻ വേണ്ടി അവർ വെച്ചിരുന്ന എല്ലാവിധ ഡിഫൻസ് സിസ്റ്റത്തിനെയും എല്ലാത്തിനെയും ഇസ്രായേൽ ഇല്ലാതാക്കി. മുഴുവനുമായിട്ടുള്ള രീതിയിൽ ഫ്രീ ആയിട്ട് ഇസ്രായേലിൻ്റെ പ്ലെയിനുകൾ, യുദ്ധവിമാനങ്ങൾക്ക് ഇപ്പോൾ ഇറാന്റെ വ്യോമാതിർത്തിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് പോവുക. അത് തന്നെ എന്തൊരു അമേസിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ട്രംപ് ഇപ്പോൾ ഈ യുദ്ധത്തിൽ ജോയിൻ ചെയ്യാം എന്നുള്ള രീതിയിലുള്ളൊരു നിലപാടിലേക്കാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാനിലെ ഫോർഡോ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയർ സൈറ്റ് ഉണ്ട്, ഒരു ആണവ കേന്ദ്രം. അത് പർവ്വതങ്ങളുടെയൊക്കെ അടിയിലാണ് ഇറാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതത്ര എളുപ്പമല്ല ചുമ്മാ അത് മേളിൽ നശിപ്പിക്കാൻ. അതിന് അമേരിക്കൻ ഫയർ പവർ ആവശ്യമാണ്. അമേരിക്കയുടെ മാത്രമുള്ള ആ GBU മോയാബ് എന്ന് പറയുന്ന ആ ഒരു ബോംബ്, അതായത് 14 ടണ്ണോളം തൂക്കം വരുന്ന മാസീവ് ഓർഡിനൻസ് എയർ ബ്ലാസ്റ്റ്, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബങ്കർ ബസ്റ്റർ ബോംബ്. അങ്ങനത്തെ എത്രണ്ണം വേണമോ അങ്ങനത്തെ പലതെണ്ണം ആ പ്രദേശത്ത് പ്രയോഗിച്ചെങ്കിൽ മാത്രമേ ഈ ഫോർഡോ എന്ന് പറയുന്ന ആ ന്യൂക്ലിയർ സൈറ്റ് നശിപ്പിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലായിടത്തും നാശങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ അമേരിക്ക കൂടുതൽ ഈ വിമാനങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്ന ഷിപ്പുകൾ, എയർക്രാഫ്റ്റ് കാരിയേഴ്സ്, കൂടുതൽ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആ മെഡിറ്ററേനിയൻ ഫ്ലീറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഡീഗോ ഗാർസിയ എന്ന് പറയുന്ന ഐലൻഡിലെ അമേരിക്കൻ വാർപ്ലെയിൻസ്, B-2 സ്പിരിറ്റ് ആണെങ്കിലും B-52 സ്ട്രാറ്റോഫോർട്രസ് ആണെങ്കിലും ഇതെല്ലാം ലോഡഡ് ആയിട്ടുള്ള രീതിയിൽ നിൽക്കുക. കാരണം ആ ഒരു പ്ലെയിനിൽ മാത്രമേ, B-2 സ്പിരിറ്റിൽ മാത്രമേ ഈ പറയുന്ന 14 ടൺ
ഭാരമുള്ള ആ ബോംബ് വഹിച്ചുകൊണ്ട് പോയി ആ പ്രദേശത്ത് ഇടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രയേൽ ഇനിയും അമേരിക്കയ്ക്ക് ആ ഒരു റോളിനായിട്ടുള്ള രീതിയിൽ ഇറാൻ്റെ എയർ സ്പേസ് ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുക. അമേരിക്കയുടെ ആ ചോയ്സ് ഓഫ് ടൈമിങ്ങിൽ ഈ പറയുന്ന ഇറാൻ്റെ ആ ഫോർഡോയിലുള്ള ന്യൂക്ലിയർ സൈറ്റിനെ ഇല്ലാതാക്കുവാനുള്ള ഓപ്പറേഷൻ ചെയ്യാം. അതിൻ്റെ പിൻ പോയിന്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് ഓഫ് കോഴ്സ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ ട്രംപിൻ്റെ തീരുമാനമാണ്. അപ്പോൾ നിങ്ങൾ ഇപ്രകാരം പലരും ചോദിക്കുമായിരിക്കും, ഇപ്രകാരം പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക്, മുൻകൂട്ടിയുള്ള ആക്രമണങ്ങളൊക്കെ ചെയ്യുന്നത് ശരിയാണോ, ഇതൊക്കെ നിയമപരമായി ശരിയാണോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു കൂട്ടരുടെ ഐഡിയോളജി, അതായത് അവർ ചിന്തിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണെങ്കിൽ അവർക്കതിനുള്ള ടെക്നോളജിയും അത് ഏകദേശമൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പ്രയോഗിക്കുവാനായിട്ടുള്ളൊരു അവസരവും കൂടെ ഉണ്ടെങ്കിലോ അവരത് ഉറപ്പായിട്ടും പ്രയോഗിക്കും. കാരണം ഇറാനെ പോലൊരു ഭരണകൂടം എത്രയോ തവണ ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, ഇസ്രയേൽ എന്ന രാജ്യം ഈ ഭൂമുഖത്ത് നിന്ന് ഞങ്ങൾ തുടച്ചു നീക്കും, അത് ഇല്ലാതാകേണ്ട രാജ്യമാണെന്ന് ഇറാൻ്റെ ലീഡേഴ്സ് എത്രയോ പേർ ഇതിനു മുമ്പ്, പ്രസിഡന്റുമാരാന്നേലും ഖൊമേനി ആന്നേലും എത്രയോ തവണ അവർ പബ്ലിക്കായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർക്കൊരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഇസ്രയേലിലോട്ട് അയച്ച ഇത്രയധികം കുറേയൊക്കെ മിസൈലുകൾ, നമ്മൾ അത് തന്നെ നോക്കിയാൽ ആദ്യം ഇറാൻ അയച്ചുകൊണ്ടിരുന്ന മിസൈലുകളുടെ എണ്ണത്തിൽ നിന്ന് ദിനം പ്രതി വളരെയധികം കുറഞ്ഞാണ് വരുന്നത്. അതെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള. ഇപ്പം ഇന്നലെയൊക്കെ നോക്കിയാൽ വെറും ഒരു 8 മിസൈലാണ്, 8-10 മിസൈലുകളാണ് വന്നത്. അതെല്ലാം തന്നെ ഇസ്രയേൽ ഇന്റർസെപ്റ്റ് ചെയ്ത്, അതായത് ഇസ്രയേൽ അതിനെ എല്ലാം വെടിവെച്ചിടുന്നുണ്ട്. പിന്നെ ആളുകളുടെ മരണമാണെങ്കിലും വളരെ ഗണ്യമായിട്ടുള്ള രീതിയിൽ, കുറഞ്ഞ രീതിയിൽ തന്നെ അത് റെസ്ട്രിക്റ്റ് ചെയ്യുവാൻ ഇസ്രായേലിൻ്റെ ഡിഫൻസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇറാൻ നേരിട്ട് ആശുപത്രിയിലോട്ടും ഒക്കെ വിടുക. ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ അവരുടെ ഒരു AI ജനറേറ്റഡ് വീഡിയോ അവർ പബ്ലിഷ് ചെയ്തു. നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് അത് കാണാം. ഈ സൊറാക്ക് എന്ന് പറയുന്ന ആ ഒരു ഇസ്രായേലി ആശുപത്രിക്ക് നേരെ ഇറാൻ അയച്ച ആ മിസൈൽ ആക്രമണം, അവിടെ ഒത്തിരി പേർ, നിരപരാധികളായിട്ടുള്ള സാധാരണക്കാർ ഒത്തിരി പേര് മരിച്ചു. ഇനി ഇറാൻ പറയുന്നത് ആ ആശുപത്രിയുടെ അടിയിൽ ഒരു ടാങ്കുകളുടെ ഒരു ബേസ് ഒക്കെ ഉണ്ട്, മാത്രമല്ല ഒരു സീക്രട്ട് ബേസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ചുമ്മാത് AI ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോ. ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ ഇറാന്റെ ഭരണകൂടത്തിന് നല്ല കഴിവുമാണ്. നമ്മുടെ ടെലിഗ്രാം ചാനൽ വാച്ച് ചെയ്യുന്നവർ, ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഓൾറെഡി ഇറാന്റെ കൈവശം ഒരു ന്യൂക്ലിയർ ബോംബ് ഇതിനോടകം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇസ്രയേലിന്റെ നേരെ പ്രയോഗിക്കത്തില്ലായിരുന്നോ? ഇപ്പോഴല്ല, ഇതിനു മുമ്പ് തന്നെ ഇറാൻ പ്രയോഗിക്കത്തില്ലായിരുന്നോ? അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഈ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക്, മുൻകൂട്ടിയുള്ള ആക്രമണം ഇസ്രയേലിന് ചെയ്യേണ്ടി വരുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഈ ന്യൂക്ലിയർ പ്രോഗ്രാമും ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമും ഇല്ലാതാക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ അമേരിക്ക, അതായത് ട്രംപിന്റെ ഇനിയിപ്പോൾ എന്താണ് താല്പര്യം എന്നുള്ളത് ആർക്കും അറിയില്ല. ഇറാനിൽ ഒരു ഭരണകൂടം മാറ്റുകയാണോ, എന്താണോ പദ്ധതി, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇപ്പോൾ ആർക്കും അറിയത്തില്ല. എന്തായാലും ഇസ്രയേലിന് ഈ കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള രീതിയിൽ ഖമേനിയെ ഇല്ലാതാക്കുവാനായിട്ടുള്ള അവസരം അവർക്ക് ലഭിച്ചിരുന്നു. പക്ഷെ അമേരിക്ക പറഞ്ഞു വേണ്ട, ആ ഖമേനിയുടെ ആ ലൊക്കേഷൻ ഇസ്രയേൽ ആക്രമിക്കരുത്. അതുപോലെ തന്നെ ഇറാനിൽ നിന്ന് 3 ഗവൺമെന്റ് പ്ലെയിൻസ് അവിടെ നിന്ന് പൊങ്ങി ഒമാനിലേക്ക് പോയി. ഇസ്രയേലിന് വേണമെങ്കിൽ അവയെ വെടിവെച്ചിടായിരുന്നു. പക്ഷെ അതും അമേരിക്ക പറഞ്ഞു വേണ്ട. ചില പ്രധാനപ്പെട്ട നെഗോഷിയേറ്റേഴ്സ് ഒക്കെ ആയിരുന്നു ആ പ്ലെയിൻ. അമേരിക്ക പറഞ്ഞു വേണ്ട, ആ പ്ലെയിനെയും വെറുതെ വിട്ടേര്. അപ്പോൾ ട്രംപിന് എന്താണോ പ്ലാൻ എന്നുള്ളത് ആർക്കും അറിയത്തില്ല. എന്തായാലും ഒരു കാര്യം നമുക്കറിയാം, വി ലിവ് ഇൻ ബിബ്ലിക്കൽ ടൈംസ്. ബൈബിളിൽ അന്ത്യകാലങ്ങളെന്ന് പറയുന്ന ആ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇപ്രകാരമുള്ളൊരു സിസ്റ്റത്തിൽ ഇപ്പോൾ ഇറാനിൽ ഇപ്പോൾ ഒരു ഭരണകൂടം ഒന്ന് മാറിയെങ്കിൽ തന്നെ ചിലപ്പോൾ സമാധാനം കുറച്ച് നാളത്തേക്ക് വന്നേക്കാം. കാരണം നമ്മൾ ബൈബിളിൽ വായിക്കുന്നില്ലേ, യെഹെസ്കേൽ 38 ഗോഗ് മാഗോഗ് അധിനിവേശത്തിൽ ഇറാൻ റഷ്യയോടൊപ്പം ചേർന്ന് ടർക്കിയോടൊപ്പം ഇസ്രയേലിനെതിരെ ആക്രമിക്കാൻ വരുമെന്ന്. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ഇസ്രയേലിനെ വെറുക്കുന്ന ഒരു ഭരണകൂടം ഇറാനിൽ വേണമല്ലോ. അപ്പോൾ പിന്നെ ഇറാനിൽ ഒരു ഭരണകൂട മാറ്റം വന്നാലോ? നമുക്ക് അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല. കാരണം ബൈബിൾ പറയുന്നത് ശരിയാണ്. ബൈബിൾ പറയുന്നത് പോലെ തന്നെയാണ് ക്രോണോളജി ഓഫ് ഇവൻറ്റ്സ് നടന്ന് വരുന്നത്. ദൈവത്തിൻ്റെ സമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്തു വരികയാണ്. അതിന് ദൈവം ആളുകളെ ഉപയോഗിക്കും, ചില രാജ്യങ്ങളെ ദൈവം ഉപയോഗിക്കും. ഇപ്പോൾ ഇറാനിലൊരു ഭരണകൂട മാറ്റം വന്നാൽ തന്നെ കുറച്ച് നാളത്തേക്ക് അവിടെ ഒരു സമാധാനവും അവിടുത്തെ ജനങ്ങൾക്ക് ഒരു വിടുതലുമാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നെതന്യാഹു പറഞ്ഞ പോലെ 2500 വർഷങ്ങൾക്ക് മുമ്പ് കോരശ രാജാവ് യഹൂദരെ
മോചിപ്പിക്കാനായിട്ടുള്ള രീതിയിൽ ദൈവം കോരേശിനെ, അതായത് പേർഷ്യൻ രാജാവായ കോരേശിനെ ദൈവം ഉപയോഗിച്ചു. ഇന്ന്, അതായത് അന്നേക്ക് 2500 വർഷങ്ങൾക്ക് ശേഷം ഇസ്രയേലിൻ്റെ ഭരണകൂടം ഇറാനിലുള്ള സാധാരണക്കാരെ അവിടുത്തെ ആ ഒരു പൈശാചികമായിട്ടുള്ള ഭരണകൂടത്തിൽ നിന്ന് ആ ജനത്തെ വിടുവിക്കുകയാണ് എന്ന് നെതന്യാഹുവാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് നാളേക്ക് ചിലപ്പോൾ ഇറാനിലൊരു സമാധാനം ഉണ്ടായേക്കാം. പക്ഷേ അതിനുശേഷം ഇസ്രയേലിനെ വെറുക്കുന്ന, അവിടുത്തെ ജനത്തെയൊക്കെ അടിച്ചമർത്തുന്ന മറ്റൊരു ഭരണാധികാരിയോ ഭരണകൂടമോ വന്നാൽ ആ സമയം ആയിരിക്കാം ഈ ഇറാൻ റഷ്യയ്ക്കൊപ്പവും ടർക്കിക്കൊപ്പവും ചേർന്ന് ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന നാം വായിക്കുന്ന എഹെസ്കേൽ 38 ആ ഗോഗ് മാഗോഗ് അധിനിവേശം അന്നായിരിക്കും സംഭവിക്കുവാൻ പോകുന്നു. എന്തു തന്നെയായാലും അതൊന്നും ഇനി അധികം നാൾ താമസമില്ല. നാം വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ആ ഒരു നിമിഷത്തിലേക്ക് നീങ്ങുന്നത്. ബൈ ദ വേ, എഹെസ്കേൽ 38 ഗോഗ് മാഗോഗ് അധിനിവേശം എപ്പോഴെന്നുള്ള അതിൻ്റെ ടീച്ചിങ് സെഷൻ്റെ സന്ദേശം നമ്മുടെ തന്നെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ചെക്കൗട്ട് ചെയ്യണം. എന്തായാലും നമ്മൾ വളരെ പ്രാർത്ഥനയോടിരിക്കാം. കാരണം നമ്മൾ അന്ത്യകാലത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷ വർദ്ധിക്കുകയാണ് വേണ്ടത്. പിന്നെ ഇസ്രയേലിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഇസ്രയേലിൻ്റെ നേതൃത്വത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഇറാനിലെ സാധാരണക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവിടുത്തെ സാധാരണക്കാർ ഓൾറെഡി ആ ഭരണകൂടത്തിൻ്റെ എതിരെ അവർ ഒരു സ്റ്റാൻഡ് എടുത്തു തുടങ്ങി. നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഫോളോ ചെയ്യണം. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുന്നു, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ദിനം പ്രതി ഇപ്രകാരമുള്ള ന്യൂസ് അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ കൂടുതലും അതിനകത്തായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇപ്രകാരമുള്ള അപ്ഡേറ്റ്സ് യൂട്യൂബിൽ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അതുകൊണ്ട് ഈ അപ്ഡേറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാം. പിതാവാം ദൈവമേ, ലോക സംഭവങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ അങ്ങയിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ ഹൃദയം ഒരു രീതിയിലും കലങ്ങിപ്പോകാതെ പ്രത്യാശ വർദ്ധിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. പരിശുദ്ധാത്മാവേവരും ശക്തിപ്പെടുത്തണമേ. ഈ പറഞ്ഞ രാജ്യങ്ങൾ, ഇസ്രയേൽ, ഇറാൻ, അമേരിക്ക, ഇപ്രകാരമുള്ള രാജ്യങ്ങളിലുള്ള നേതാക്കന്മാർ അങ്ങയുടെ നടത്തിപ്പനുസരിച്ച് കാര്യങ്ങൾ നടത്തുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് അവരെ നയിക്കണമേ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. ഈ ലോകത്തിൽ സമാധാനം കൊണ്ടുവരാൻ സമാധാന പ്രഭുവായ യേശു മാത്രമേ വന്നാൽ പറ്റുകയുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ എല്ലാം സൂചനകളാണല്ലോ ഇതെല്ലാം. അതിനായിട്ട് ഏവരെയും ഒരുക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. So bye for now. Take care. God bless you all.